കുഞ്ഞിച്ചോമിനസ നാനോ മിഷൻ്റെ സീസൺ 2 എപ്പിസോഡ് 5 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, സീസൺ 1 പോലെ തന്നെ നിങ്ങൾക്ക് സീസൺ 2 നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സോ സീസൺ 2 എങ്ങനെയുണ്ടെന്നുള്ള ഒരു ചെറിയൊരു റിവ്യൂ ഇപ്പോൾ തന്നെ പറയാൻ മറക്കണ്ട. പിന്നെ ഒരു കാര്യം, സീസൺ 2 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്താൻ പോകുന്നതിൽ ഇതെല്ലാം ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നിടത്ത് ഇവനോടെ മുകളിൽ നിൽക്കുകയായിരുന്നു. അവൻ പറയും ചെയ്യും, കണ്ടിട്ട് 100-300 പേരോളം ഉണ്ട്, പക്ഷേ 2 പേര് മാത്രമാണ് എക്സ്പേർട്സ് ആയിട്ടുള്ളത്. ആ ബാംബു ഹാറ്റ് വെച്ചവൻ അവനെ കണ്ടിട്ട് എവല്യൂഷണറി റിലത്തിലാണ്, പിന്നെ മറ്റേ ആൾ സുപ്രീം വീക്കിലും. മേ ബി അവനായിരിക്കും ഈ ഡ്രാഗൺസ് ടൈഗർ ക്ലോൻ്റെ ലീഡർ. ആ കാണുന്നത് ദി സോഡ് ഫ്ലൈറ്റ് ടെക്നിക്കിലെ ഞാൻ ലെജൻസിൽ മാത്രമേ അതിനെപ്പറ്റി കേട്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഇവനായിരിക്കും ഇവിടെ അങ്ങനെ കൊന്നത്. അല്ല, നീ എങ്ങാനും ഇനി ദി സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ ആർട്സ് സെറ്റിലുള്ളവരാണോ? അത് കേട്ടപ്പോൾ ഈവനൊന്ന് ഞെട്ടി. അവൻ പറയും ചെയ്യും, മേ ബി അബാൻഡൻ സോൾ വാലിനെ പറ്റിയുള്ള ട്രേസസൊക്കെ ഇവൻ കണ്ടെത്തി കാണും. പിന്നെ അവൻ്റെ കയ്യിലുള്ള ആ ഒരു ബ്ലൂ റിസ്റ്റ് ബാൻഡ്. അപ്പോൾ നീ ബ്ലൂ ഹെവൻ സൊസൈറ്റിയിലെ ആളാണല്ലേ? അത് കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ഇവരെങ്ങനെയാണ് ദി ബ്ലൂ ഹെവൻ സൊസൈറ്റിനെ പറ്റി അറിയാവുന്നത്? മൈലോഡ് ഡിവൈൻ ഫിസിഷ്യൻ്റെ ഗ്രാൻഡ് ഡോക്ടർ അവരുടെ കൂടെയാണെന്നാണ് തോന്നുന്നത്. കാര്യം ആ ബാംബു ഹാറ്റ് വെച്ചിനോട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ബെയ്റ്റായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഇത് ഈ അത്ര ഇഷ്ടപ്പെട്ടില്ല. അടുത്ത സെക്കൻഡ് തന്നെ അവളെ നോക്കിയിട്ട് പറയുകയും ചെയ്യും, നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തതല്ലേ അവളെ തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ട്. നേരെ അവളെ വലിച്ച് അവരുടെ 3 പേര് ഇടയിലേക്ക് ഇട്ടു. എന്നിട്ട് അവളുടെ പ്രഷർ പോയിൻ്റൊക്കെ ലോക്ക് ചെയ്യുന്നതുകൊണ്ട് മിസ് ക്യാം കുറച്ച് നേരത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കുക. ആ ടൈമിൽ നമ്മുടെ ഇയോൺ നിലത്തേക്ക് വന്നു. എന്നിട്ട് പറയും ചെയ്യും, ബേഗ്ജി അവളെ പ്രൊട്ടക്ട് ചെയ്തേക്കണം. യെസ് സാറെന്ന് പറഞ്ഞപ്പോൾ അവനൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് പറയും ചെയ്യും, ആരെങ്കിലും ഈ വര കഴിഞ്ഞ് മുമ്പിലേക്ക് വന്ന അവരുടെ ജീവൻ ഞാൻ എടുക്കും. എല്ലാവരും നിന്നേ, ഞാൻ പറയുന്ന കേൾക്ക്. സാർ ഒന്ന് കൂൾ ഡൗൺ ചെയ്യും. എനിക്കറിയാം താങ്കൾ ശരിക്കും സ്ട്രോങ് ആയുള്ള ഒരാളാണെന്ന്, പക്ഷേ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ സ്ത്രീനെ കൊണ്ട് താങ്കൾക്ക് ഇവിടുന്ന് മര്യാദയ്ക്ക് പോകാൻ പറ്റുമെന്ന്? കാര്യം ഇത്രത്തോളം പേരാണ് താങ്കളെ വളഞ്ഞിട്ടുള്ളത്. അതുകൊള്ളാം, നീ ഇപ്പോൾ എന്നെപ്പറ്റി ആലോചിച്ചാണോ വിഷമിക്കുന്നത്? എങ്കിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കടാ. നാശം, അവനൊട്ടും തന്നെ പേടിക്കുന്നില്ല. ക്യാപ്റ്റൻ, ബേബിനെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് കളിച്ചാലോ? ബേബിനെ യൂസ് ചെയ്യണമെന്നോ? നീ എന്താണ് ഈ പറയുന്നത്? അതുമല്ല, ബേബി ഇവിടെ ഇല്ലല്ലോ. ബേബി ഫസ്റ്റ് ടൈം എൻ്റെ ആ റെസിഡൻസിലല്ലേ, നിനക്കറിയാമല്ലേ അത്? പക്ഷേ അവനത് അറിഞ്ഞൂടല്ലോ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ഗ്രാൻഡ് ഡോക്ടറിനെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവൈൻ ഫിസിഷ്യൻ എന്തായാലും ഇവരെ സഹായിക്കത്തില്ലല്ലോ. അവളുടെ ഹസ്ബൻഡും ബേബിയും ഞങ്ങളുടെ കയ്യിലാണ്. എന്നിട്ടും നിനക്ക് തോന്നുന്നുണ്ടോ അവളെ നിനക്ക് എന്ത് ബേബിയോ? അപ്പോൾ വെറുതെ അല്ലായിരുന്നു ഇവളിത്രത്തോളം ഡെസ്പറേറ്റ് ആയിട്ടിരുന്നത്. അവളുടെ കൊച്ച് അവരുടെ കയ്യിലാണല്ലേ. അവളുടെ കൊച്ച് ഇങ്ങനെ ഹോസ്റ്റേജ് ആയിട്ട് നിൽക്കാൻ നേരത്ത് വേറെ എന്ത് വഴിയുണ്ട്? എൻ്റെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാബിനുള്ള ആ കൊച്ച് മരിക്കുന്നതായിരിക്കും. എന്താടാ നിനക്ക് ധൈര്യം ഉണ്ടോ? എൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ ഒരു മുടിയിലെങ്കിലും തൊടാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ തൊട്ട് കാണിക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവളുടെ കൊച്ചിനെ ഞങ്ങൾ ഉറപ്പായിട്ടും കൊല്ലുന്നതായിരിക്കും. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഡാ നായികളെ, നിനക്കൊന്നും ധൈര്യമില്ലേ? ഒരു കുഞ്ഞിനാണോ നീയൊക്കെ ഹോസ്റ്റേജ് ആയിട്ട് വെക്കുന്നത്? നമുക്ക് വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നുണ്ട്. ആ സ്ത്രീനെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ മര്യാദയ്ക്ക് വിടാം. അതുകൊണ്ട് അതിനെ തരുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. അതിന് ഞാൻ തന്നിട്ട് വേണ്ടേ? ഈ സമയത്ത് അവൾ സ്ട്രഗിളും ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ഇയോനോട്ട് നമ്മുടെ വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് പറയുകയും ചെയ്യും, നിന്റെ ചോയ്സ് തെറ്റിപ്പോയി. ഡിവൈൻ ഫിസിഷ്യൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡ് ആണത്. അതുമാത്രമല്ല, അതിനെ കൊല്ലുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നീ ഇത്രയധികം കോൺഫിഡൻ്റ് ആണോ? ഡിവൈൻ ഫിസിഷ്യൻ നിന്നെ ഇനി ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഇത് കേട്ട ഇയോൺ അപ്പം തന്നെ പറയും ചെയ്യും, കൊന്നുകളഞ്ഞേക്ക്. ടാ, നീ എന്താണ് ഈ പറഞ്ഞത്? നീ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്കറിയാവോ? അടുത്ത സെക്കൻഡിൽ തന്നെ ഈ ഒരു ദേഷ്യം കണ്ട് അവൻ തന്നെ തൻ്റെ സോഡ് എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു അവിടെയുള്ള കുറേ പേരെ അങ്ങോട്ട് കൊന്നു കളഞ്ഞു. എന്നിട്ട് ആ സോഡ് തിരിച്ച് അവൻ്റെ കയ്യിലേക്കും അവൻ വലിച്ചെടുക്കുകയും ചെയ്യും. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. നീ എന്താണ് ചെയ്തത്? നിനക്ക് ആ കൊച്ചിനെ കൊല്ലാഞ്ഞിട്ടേ മേലേ? അല്ല, നീയല്ലേ പറഞ്ഞ നിന്റെ സബോർഡിനേറ്റ്സിൻ്റെ മുടിയിൽ തൊട്ടാ വരെ നീ അവരെ കൊന്നുകളയൊന്ന്? എന്താടാ നിന്റെ വാക്ക് നീ പാലിക്കുന്നില്ലേ? നായേ, ഞാൻ ഈ കൈ താഴ്ത്തിടുന്ന അടുത്ത സെക്കൻഡ് ആ കൊച്ചിനെ കൊന്നേക്കണം. പറഞ്ഞത് മനസ്സിലായോ? ഇതെൻ്റെ അവസാനത്തെ വാർണിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഒരു അറ്റാക്ക് അവൻ്റെ നേരെ വന്നത്. അടുത്ത സെക്കൻഡ് എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അവൻ്റെ കൈ മുറിഞ്ഞ് അത് നേരെ നിലത്തേക്ക് വീണു. എൻ്റെ കൈ! നീ ഇപ്പോഴും വാക്ക് പാലിക്കുന്നില്ല കേട്ടോ. നീ പറഞ്ഞതല്ലേ നിന്റെ കൈ താഴ്ത്ത് വന്നാൽ ഉടനെ തന്നെ ആ ഓർഡേഴ്സ് പാലിക്കണമെന്ന്. എന്താടാ ആരും പാലിക്കാത്തത്? നാശം, ആ കൊച്ചൈന് ഇവിടെ ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്നാണ് ഇവൻ അവൻ്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയത്. ക്യാപ്റ്റൻ, നീ ആ കൊച്ചിനെ കൊല്ലാൻ പോകുകയാണ് കേട്ടോ. കുറേ നേരമായില്ലടാ പറയാൻ തുടങ്ങിയിട്ട്. നീ എന്താണ് വിചാരിച്ചത്? നിന്റെ കൈ കള്ളക്കഥയിൽ ഞാനങ്ങ് വീണ്ടും പോകുമെന്നോ?
അതാണ് നമ്മുടെ ഡീമോൺ ലോഡ്. അല്ല, അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇവര് കള്ളമാണ് പറയുന്നതെന്ന്. ചില സമയത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം നോക്കാൻ നേരത്ത് ഞങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രീക്വൻസി വിക്സ്പർ ടെക്നിക്ക് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കണം ഇതെല്ലാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതൊന്നും തന്നെയല്ല. അതിവളുടെ കുഞ്ഞാണ്. അവളുടെ കുഞ്ഞുള്ളത് കാരണമായിരിക്കും ഇതെല്ലാം തന്നെ. നാശം, ഇവനെങ്ങനെയാണ് മനസ്സിലായത്? ഇനി ക്യൂ സെൻസ് കൊണ്ട് അങ്ങനെയാണോ? ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവനിപ്പോൾ ക്യാപ്റ്റൻ്റെ മേളിൽ കംപ്ലീറ്റ്ലി ഫോക്കസാണ്. ഈ ഒരു സമയത്ത് വേണം കൊല്ലാനായിട്ട്. ഹ്യോമിയാങ്, യെസ് മൈലോഡ്. ഞാൻ പറയുന്ന സെക്കൻഡ് തന്നെ നിങ്ങളോട് രക്ഷ പറയണം. എന്നിട്ട് ആ കൊച്ചിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ, ഇവിടെ ഒരു വലിയ ബാറ്റിൽ ഉണ്ടായതോ, അതിനെ കൊന്നു കളഞ്ഞേക്കണം. ബേബിനെയോ? അത് തന്നെ. ഡിവൈൻ ഫിസിഷ്യൻ അവരെ സഹായിക്കുന്നുണ്ട് മാത്രമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. നമ്മൾ അവരുടെ പ്ലാനെങ്കിലും റൂയിൻ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ് സാർ. അടുത്ത സെക്കൻഡ് തന്നെ അവരവിടെ ഓടി. എന്നിട്ട് നേരെ കടലിലേക്ക് എടുത്ത് ചാടിയെന്ന്. ആ ടൈമിൽ അവൻ പറയും ചെയ്യും, യഥാർത്ഥ ബേബി ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിന്റെ കോൺഫിഡൻസ് എനിക്കൊന്ന് കാണണം. ഇതേ സമയം ഇവനൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാര്യം അവൻ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. പ്ലീസ് എന്നെ വെറുതെ വിട്. ഞാൻ ആ കൊച്ചിനെ എല്ലാവരും നിനക്ക് തരാം. പ്ലീസ് എന്നെ വെറുതെ വിട്. പക്ഷെ നിന്റെ കൂടെ അവന് സെയിം ഐഡിയ അല്ലല്ലോ. നീ എന്തടി പറയുന്നത്? എനിക്കെന്തായാലും നിന്നോട് സംസാരിക്കാനൊന്നുമില്ല. വെയിറ്റ് ചെയ് പ്ലീസ്, വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ അവനെ നിലത്തേക്ക് ഒരു അങ്ങോട്ട് ചവിട്ടി. അടുത്ത സെക്കൻഡ് തന്നെ ബാക്കിയുള്ളവർ അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നു. എന്നാൽ ഇവൻ പെട്ടെന്നാണ് അവിടുന്ന് മാഞ്ഞു പോയത്. നാശം, അവൻ വാനിഷായി. അവനോടെ അടുത്ത സെക്കൻഡ് ആ ഹാറ്റ് ഹൗസിൻ്റെ തൊട്ടുപുറകിൽ ഇയാനെത്തി. എന്നിട്ട് തൻ്റെ കൈ ഒന്ന് മുകളിലേക്ക് ഉയർത്തി. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉണ്ടായിരുന്ന സോട്ട്സ് എല്ലാം ആകാശത്തേക്ക് ഉയരാൻ തുടങ്ങി. പിന്നെ കാണുന്നത് അവിടേക്ക് കുറച്ച് പേർ നീന്തി രക്ഷപ്പെടാൻ നോക്കുന്നതാണ്. എന്നാൽ ഇയോണും ആ കപ്പലിൽ സോട്ട്സ് കൺട്രോൾ ചെയ്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ പറയുകയും ചെയ്യും, നീയൊക്കെ വെള്ളത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് നിന്നെ ഇന്ന് കിട്ടത്തില്ലെന്നാണോ നിൻ്റെയൊക്കെ വിചാരം? പെട്ടെന്നായിരുന്നു ആ ഹാറ്റ് വെച്ചവൻ ഇവൻ്റെ തൊട്ട് പുറകിൽ വന്നിട്ട് ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ പോയത്. പക്ഷേ ഇവൻ അതൊന്നും മൈൻഡ് ചെയ്ത തിരിഞ്ഞ് നോക്കാതെ തന്നെ ആ അറ്റാക്ക് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തു. എൻ്റെ ആംബുഷ് അവൻ ഇത്ര പെട്ടെന്ന് അത് സിമ്പിളായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് തന്നെ അവൻ കൺട്രോൾ ചെയ്ത ആ സോഴ്സ് എല്ലാം മുകളിലേക്ക് പോയി. നിൻ്റെ ഷാളോ ട്രിക്സ് ഒന്നും എൻ്റെ മെത്ത് വർക്ക് ചെയ്യത്തില്ല, അത് നിനക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. പെട്ടെന്നായിരുന്നു ആ സോഴ്സ് എല്ലാം നേരെ കടലിലേക്ക് മഴ പോലെ പാഞ്ഞിറങ്ങിയത്. അവിടെ നടന്ന പലരെയും കൊല്ലുകയും ചെയ്തു. 2 പേര് മാത്രമാണ് അവിടെ രക്ഷപ്പെട്ടത്. ഇത്ര പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് മുങ്ങ്. അങ്ങനെ അവർ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി. പക്ഷേ അതിൻ്റെ അകത്ത് ഇവനത് പ്രോപ്പർലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല. യെസ്, അത് തന്നെയാണ്, ഇവരൊരു മോൺസ്റ്റർ ആയിരിക്കും. പക്ഷേ ഇത്രയും ദൂരത്ത് നിന്ന് ആ ബ്ലേഡ്സ് അവന് കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ വെള്ളത്തിനടിയിലും ഇനി നിനക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പെട്ടെന്നാണ് ഇയാളൊന്ന് ചിരിച്ചത്. യാങ് ഡൻഹ്വ. അടുത്ത സെക്കൻഡ് അവൻ പറയും ചെയ്യും, യെസ് സാർ. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന സോഡ് നേരെ മുകളിലേക്ക് പൊങ്ങി. അവന് ഏകദേശം കാര്യം മനസ്സിലായി. പിന്നെ കാണുന്നത് അവൻ ആ സോണിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നതാണ്. എന്നിട്ട് അവനെ പറഞ്ഞങ്ങോട്ട് വിടുകയും ചെയ്യും. നാശം, ഇവനിപ്പോൾ ഈ സമയത്ത് യാങ് ആട്ടെ അത് കഴിഞ്ഞ് നേരെ ആ സോണിൻ്റെ കൺട്രോൾ പോകുന്ന സെക്കൻഡിൽ അവൻ്റെ ഏജിലിറ്റി ടെക്നിക്ക് യൂസ് ചെയ്ത് കരയിലേക്ക് ചാടുകയും അവൻ സേഫായിട്ട് തന്നെ ലാൻഡ് ആകുകയും ചെയ്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ സബോർഡിനേറ്റാണ് അവിടെ ആദ്യം എത്തിയത്. നാശം, ആ ബ്ലേഡ് അവൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. അതിന് കൊച്ചെവിടെയെന്ന് നിനക്കറിയാൻ മേലല്ലോ. ക്യാപ്റ്റൻ്റെ റെസിഡൻസിലല്ലേ? എന്ത്? നാശം, ഞാനത് വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്താണ് പറഞ്ഞത്. അതിനർത്ഥം ഇവനത് കേട്ടിട്ടുണ്ടായിരിക്കുമെന്നാണോ? അത് ഇമ്പോസിബിളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഡിവൈൻ ഫിസിഷ്യൻ്റെ മകളോ ആ കൊച്ചോ ഒന്നും തന്നെയില്ല. അത് ഈ മോൺസ്റ്ററാണ്, ഈ നാറിയാണ്. ഇവൻ എന്തെങ്കിലും ചെയ്ത് കൊന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറും. ഞാനിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ബ്ലൂ ഹെവൻ സൊസൈറ്റിനെ പറ്റി ഇവൻ്റെ കാര്യം പറയുകയും ചെയ്യണം. പക്ഷേ അതത്ര എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള എൻ്റെ സബോർഡിനേറ്റ്സ് എല്ലാവരും ഇവൻ്റെ ഇത് കണ്ട് പേടിച്ച് നിൽക്കുവാണ്. എന്നാൽ ഞങ്ങളെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മേറ്റ് നീ അവിടെ എന്ത് ചെയ്യുവാണ്? ക്യാപ്റ്റൻ മരിച്ചു, അപ്പോൾ നീ സ്പേസ് ഔട്ട് ആകുകയാണ് ചെയ്യുന്നത്. അല്ല, നീ എന്താണ് ഈ പറയുന്നത്? ക്യാപ്റ്റനോട് നീ കൊടുത്ത പ്ലെഡ്ജ് നീ മറന്നുപോയോ? ഈ സമയം നമ്മൾ എങ്ങനെ പോലും യൂസ് ചെയ്യണം. അവനൊരൊറ്റ ആൾ മാത്രമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായിരുന്നു ഒരറ്റാക്ക് അവൻ്റെ നേരെ വന്നത്. അവൻ കഷ്ടിച്ച് അത് ഡോഡ്ജും ചെയ്തത്. എന്നാൽ ആ ഒരറ്റാക്ക് നേരെ ബാക്കിലേക്ക് വന്ന് അവിടെ 2 പേരെ കൊന്ന് കളയുകയും ചെയ്തു. ഇതേ സമയം അവൻ നോക്കുന്നിടത്ത് ഇവനവൻ്റെ തൊട്ട് മുമ്പിലുണ്ട്. നാശം, ഇത് ഡേഞ്ചറസ് ആണ്. പെട്ടെന്ന് ഇവൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു അറ്റാക്ക് അവൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത് തന്നെ. നാശം, ഇവൻ എന്തുമാത്രം സ്ട്രോങ്ങിലാണ്. ഞാനിവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. ഞാൻ എൻ്റെ ക്യൂയെ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞപ്പോഴാണ്
അവനടിച്ച് നേരെ നിലത്തേക്ക് ഇട്ടത്. എന്നിട്ട് ആ സാധനം പൊട്ടിച്ച് നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്തു. ഡിവൈൻ ഫിസിഷ്യൻ്റെ ഡോക്ടറിൻ്റെ നേരെ പോകാനുള്ള ടൈം അല്ല ഇത്. ഞാനിവിടുന്ന് നിലത്തെത്തിയ അടുത്ത സെക്കൻഡ് ഓടി രക്ഷപ്പെടണമെന്ന് പറഞ്ഞപ്പോഴാണ് അവനവിടെ നിലത്ത് വീഴുന്നതിന് മുമ്പ് അവിടെ നിന്നത്. ടെലിക്കിനിസിസ്. അടുത്ത സെക്കൻഡ് അവനെ നേരെ വലിച്ച് മുകളിലേക്ക് പൊക്കി. ഇതിന് എൻ്റെ മേത്ത് വർക്ക് ചെയ്തിരുന്നുകൊണ്ട് അവൻ നേരെ കാറെ കൊണ്ട് നേരെ കൗണ്ടർ അറ്റാക്ക് അങ്ങോട്ട് തിരിച്ച് ചെയ്യുന്നുകൊണ്ട്. നീ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണിത്. നിന്റെ ഹൈ ഗ്രൗണ്ട് നിനക്ക് ലൂസായി. മിസ്റ്റേക്കോ? അത് കൊള്ളാം. അടുത്ത സെക്കൻഡ് സുപ്രീം സേബർ ഡിവൈൻ മാർഷൽ ആർട്സിൻ്റെ ഡ്രാഗൺസ് അസഷൻ അങ്ങോട്ട് യൂസ് ചെയ്ത് ഒരറ്റാക്ക് അങ്ങോട്ട് അവൻ്റെ നേരെ ചെയ്തു. നാശം. ഇതിന് എന്ത് ചെയ്യും? പെട്ടെന്നായിരുന്നു അവൻ ചെയ്ത ഓരോ അറ്റാക്സിനും ഇവൻ കൗണ്ടർ ചെയ്തത്. എൻ്റെ ബ്ലേഡ് ഓറ. ആ സെക്കൻഡ് തന്നെ ഇവൻ്റെ അറ്റാക്ക് അവനെ പൊതിഞ്ഞ് കെട്ടിയിരുന്നു. അവനായിട്ട് ചോരൊക്കെ ഛർദ്ദിച്ച് നേരെ നിലത്തേക്ക് വീഴാനും പോയി. നീ മരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ ഫൈനലി ഒരു അറ്റാക്കും കൂടെ അങ്ങോട്ട് ചെയ്ത് അവൻ നേരെ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൻ്റെ 2 കൈകളും അവൻ മുറിച്ച് മാറ്റിയിരുന്നു. ഒരു മോൺസ്റ്ററിനെയാണ് അവൻ കണ്ണു തുറന്നപ്പോൾ അവൻ്റെ കൺമുമ്പിൽ കണ്ടത്. ഇവൻ്റെ ബാംബു ഹാറ്റ് മാറ്റിയിട്ട് പോലും എനിക്ക് ഇവൻ്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ഇവൻ അവൻ്റെ വയറ്റിൽ കൈവച്ചു. നീ എന്തു ചെയ്യാൻ നോക്കുവാണ്? അടങ്ങി നിൽക്കടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു ഇവൻ അവനെ കാറിൻ്റെ അടിപ്പിക്കുന്നത്. അങ്ങനെ അവൻ്റെ ബോധവും പോയി. അതിനുശേഷം അവനെ പൊക്കിയെടുത്ത് നേരെ ഹ്യൂബോങ്ങിൻ്റെ അടുത്തേക്ക് അയച്ചു. ഹ്യൂബോങ്, അവനെ ജീവനോടെ തന്നെ വെച്ചേക്കണം, നമുക്ക് അവന് ആവശ്യമുണ്ട്. യെസ് സാർ. അപ്പോൾ പിന്നെ ഇനി നിങ്ങളുടെ സമയം എത്തിയിരിക്കുന്നു. ഇതേ സമയം അവരെല്ലാവരും കാർ കൊണ്ട് അവിടെ നോട്ടുവാണ്. ഓടി രക്ഷപ്പെടാൻ നോക്ക്, അവനൊരു മോൺസ്റ്ററാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. വിഡ്ഢികളെ, ഇനി പണ്ട് കാര്യമില്ല. ആ സമയത്ത് അവിടെ നിന്ന സോഴ്സ് അകല നേരെ മുകളിലേക്ക് ഉയർന്നു. നാനോ സെൽഫ് ടാർഗറ്റിംഗ് മോഡ് ആക്ടിവേറ്റഡ്. ടാർഗറ്റ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഓരോരുത്തരെ അവൻ ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ആ ഒരു കപ്പലിൻ്റെ ചുറ്റും പല വലിയ സോഴ്സ് ഇങ്ങനെ ഉയർന്ന് നിൽപ്പുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡിൽ തൻ്റെ കൈകളൊന്ന് അമർത്തിയതേ ഉള്ളൂ. പിന്നെ മഴ പോലെ അത് നേരെ താഴത്തേക്ക് പാഞ്ഞിറങ്ങി. നാശം. ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? ഇതുപോലത്തെ മോൺസ്റ്റർ എവിടെ നിന്നാണ് വന്നത്? ഒരു കാര്യം ചെയ്യും, ആ ചെയിൻസ് എല്ലാം കട്ട് ചെയ്യ്. ഒരു ഡിസ്റ്റൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മളെ എത്തത്തില്ല. ശരിയാണ്. പെട്ടെന്ന് തന്നെ അവർ ആ ചെയിൻസ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അതായത് കപ്പലൊക്കെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്ന ആ ചെയിൻസ്. പക്ഷേ അത് പൊട്ടുന്നില്ലായിരുന്നു. എന്താടാ എൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞിട്ട് ഇയോൺ തന്നെ അതെല്ലാം പൊട്ടിച്ച് കളയും. ആ കപ്പൽ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, അത് വർക്കായി. പക്ഷേ അവനെന്തിനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്? അവൻ എന്തായാലും ഞങ്ങളെ ജീവനോടെ വിടുമെന്നും തോന്നില്ല. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഓരോ സൂട്ട്സും നേരെ കപ്പലിലേക്ക് പാഞ്ഞിറങ്ങാനായിട്ട് തുടങ്ങി. മഴ പോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി ഇത് അവരുടെ അവസാനമാണെന്ന്. എല്ലാവരും സൂക്ഷിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്ക്. പക്ഷേ ആർക്കും തന്നെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലായിരുന്നു. അവന് ഒരു കാര്യം മനസ്സിലായി, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ധൈര്യവും തൻ്റെ കോൺഫിഡൻസും എല്ലാം പോയി അവൻ നേരെ നിലത്തേക്ക് വീണു. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്കിനി ജീവനോടെ പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതെന്ന് നാശമാണ്. അങ്ങനെ അവനെ അവസാനം കൊന്നു. പിന്നെ കാണിക്കുന്നത് അത്രയും പേരോടെ മരിച്ച് കിടക്കുന്നതാണ്. മൈലോഡ്, അത്ര എനിമീസിനാണ് താങ്കൾ കൊന്നത്. താങ്കൾ ശരിക്കും അമേസിംഗ് ആണ് കേട്ടോ. ഈ സമയത്ത് തന്നെ അവളും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൾ നന്നായിട്ട് കരയുന്നുണ്ട്. അല്ല, ഇവളെന്തിനാണ് അത്ര വിഷമിക്കുന്നത്? കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഇതെല്ലാം തന്നെ അവസാനിക്കും കേട്ടോ. പിന്നെ നിന്റെ കുഞ്ഞും. പെട്ടെന്നാണ് അവൾ ദേഷ്യപ്പെട്ട് അവനെ നോക്കിയത്. എന്തൊക്കെ പറയാൻ നോക്കുന്നുണ്ടെങ്കിലും ആ പ്രഷർ പോയിൻ്റൊക്കെ ലോക്കായതുകൊണ്ട് ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ഈ സമയത്ത് ഹ്യൂബോങ് പറയും ചെയ്യും, അല്ല ഇവളുടെ നോട്ടം കണ്ടെത്തുന്നു നമ്മളാണ് ഇവിടെ എന്തോ കുറ്റമൊക്കെ ചെയ്തതെന്ന്. പിന്നെ കാണിക്കുന്ന ഒരാൾ നടന്ന് പോകുന്നതാണ്. പെട്ടെന്നാണ് അവൻ്റെ പെടല് തിരിച്ച് നമ്മുടെ റിയാങ്ങിനെ കൊന്നത്. ഇതിപ്പോൾ 9ാമത്തെ അവനാണ്. എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിവിടെയാണുള്ളതെന്നാണ്. കാര്യം ഇത്രയും പേര് ഗാർഡ് ചെയ്യുന്നതുകൊണ്ട്. ആ സ്ഥലം കാണുന്നിടത്ത് തന്നെ അറിയാം അത് കംപ്ലീറ്റ്ലി അരോഗൻസ് ആണ്. മേ ബി അതായിരിക്കും ക്യാപ്റ്റൻ്റെ റൂമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അതിൻ്റെ അകത്തേക്ക് കയറി. അവിടെ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത്. അവൾ നേരെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണം, നീ എൻ്റെ മുഖം കണ്ടതുകൊണ്ട് എനിക്ക് നിന്നെ ജീവനോടെ. നീയും എന്നോട് ക്ഷമിക്കണം കേട്ടോ, നീ കരയാൻ പാടില്ല. അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ മേത്തും അവൻ ആ പ്രഷർ പോയിന്റ് ലോക്ക് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് എടുത്തോടി.
പക്ഷേ പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കണ്ട് അവൻ നിന്നത്. കാര്യം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കപ്പലും വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങി താഴാൻ തുടങ്ങി. ഇത്രയും ചെറിയ സമയം കൊണ്ട് ഈ കപ്പലെല്ലാം തന്നെ ഇനിയെങ്ങാനും അദ്ദേഹം എൽഡർ യാങ് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഡിസ്റ്റൻറ്റ് വിസ്പർ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മുടെ ഹിയോബങ് മുകളിൽ നിന്ന് അവനെ വിളിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും മുമ്പിലേക്ക് നടക്കുന്നതാണ്. മൈലോഡ്, താങ്കൾ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കുന്നു, ഗുഡ് വർക്ക്. പെട്ടെന്നാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അല്ല, അത് മേ ബി ഡീമൻ ലോഡ് പറഞ്ഞിട്ടായിരിക്കും. ഞാൻ കേട്ടിരുന്നു അക്കാഡമി വെച്ച് അദ്ദേഹം എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ കൈ മുറിച്ച് മാറ്റിയിരുന്നു. ഇദ്ദേഹത്തിന് അത് കേട്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ. അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അല്ല, ഇവൾക്കെന്താണ് പ്രശ്നം? ഒരു പിടുത്തമില്ല, അവൾ വന്നപ്പോൾ മുതൽ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രഷർ പോയിന്റും നിന്റെ കുഞ്ഞ് എൻ്റെ കയ്യിലുണ്ട്. ആ സമയത്താണ് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്ക് ചെറുതായിട്ട് ഒന്ന് ആശ്വാസമായത്. എൽഡർ യാങ് അവളുടെ പ്രഷർ പോയിൻ്റൊക്കെ ഒന്ന് റിലീസ് ചെയ്തേക്ക്. യെസ് സാർ. അടുത്ത സെക്കൻഡിൽ അത് റിലീസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവൾ ഉച്ചത്തിൽ കിടന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങിയത്. നീ എന്താണ് കാണിക്കുന്നത്? ശബ്ദിക്കാതിരിക്കുക. നീ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വീണ്ടും ലോക്ക് ചെയ്യുന്നതായിരിക്കും. പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ പതുക്കെ അവൻ വിടുകയും ചെയ്തു. നീയൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ കൊന്നു. ഞാൻ നിന്നോടൊക്കെ പോർക്കൊന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ? അതും ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.